ഹലോ ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു അസ്നാസ് കിച്ചൺ. അപ്പോൾ ഇന്നതാ തമ്മനയിലും അതുപോലെ ഇൻട്രോയിലൊക്കെ കണ്ട പോലെ ഇന്ന് ഹോസ്പിറ്റലിലേക്കുള്ള പൊതിച്ചോറിൻ്റെ ദിവസമാണ്. അപ്പോൾ തന്നെ തിരക്ക് കൂട്ടി ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആദ്യം തന്നെ മോളെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് അതിന് ശേഷം അപ്പോൾ തന്നെ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കൂട്ടാനും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ വഴുതനയാണ് എടുത്തിട്ടുള്ളത്, അതങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത് കറിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കുകയാണ്. പിന്നെ ഈ ഒരു പൊതിച്ചോറ് മാസത്തിലൊരു തവണ നമുക്കുണ്ടാവും കേട്ടോ. നമ്മുടെ വാർഡിലുള്ള DYFIയുടെ പ്രവർത്തകർ ചെയ്യുന്നതാണിത് കേട്ടോ. മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ കോട്ടപ്പടി മലപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിലേക്കോ ഒക്കെ അവിടുത്തെ പാവപ്പെട്ടവർക്കുള്ള അഡ്മിറ്റായവർക്കും കൂടെ നിൽക്കുന്നവർക്കും അതുപോലെ കാണിക്കാവുന്നവർക്കൊക്കെ ഈ പൊതിച്ചോറ് കൊടുക്കും. അപ്പോൾ നമ്മളൊരു ദിവസം ഉണ്ടാക്കുന്ന ആ ചോറും കൂട്ടാനൊക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടും കൂടി നമ്മൾ റെഡിയാക്കുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് 4 പൊതിച്ചോറിടാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിതാ കുമ്പളങ്ങ തൈര് ഒഴിച്ചിട്ടുള്ള കറിയില്ലേ അതാണ് ഉണ്ടാക്കുന്നത്. അതാ കട്ട് ചെയ്തെടുത്തു. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പിട്ട് നമ്മളങ്ങ് കുക്കറിൽ വെച്ച് 2 വിസിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കണം. 11 മണിയാകുമ്പോഴേക്കും ആൾ വരും. ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ DYFIയുടെ അതിൻ്റെ പ്രവർത്തകർ. അപ്പോൾ അവരാണത് വാങ്ങിയിട്ട് കൊണ്ടുപോകും കേട്ടോ. അപ്പം അതിന് കറിക്കുള്ള കവറും ഒക്കെ തരും. അപ്പം ഞാൻ എന്താ വഴുതനങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മൺചട്ടിയിലായിട്ട് കഴുകിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു പച്ചമുളകും ഉപ്പും കയറിയിട്ട് അതും അങ്ങ് അടുപ്പിൽ വേവിക്കാൻ വെക്കണം. അപ്പോൾ ഇതൊക്കെ റെഡിയായി വരുമ്പോഴേക്കും നമ്മുടെ കറിക്കുള്ള തേങ്ങയും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പുറത്തൊക്കെ നല്ല മഴയാണ്, നിൽക്കാതെ മഴയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും മഴയാണ്. ഞങ്ങൾക്കാണെങ്കിൽ വെള്ളപ്പൊക്കം വരുന്ന പേടിയും ഉണ്ട്. അപ്പം ഞാൻ കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ അരപ്പും ചേർത്തു. പിന്നെ കുറച്ച് മോരും കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 4 കോഴിമുട്ട ഇതുപോലെ ഓംലെറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തെന്ന് വെച്ചാൽ മീനോ ബീഫോ ചിക്കനോ ഒന്നും ആദ്യമൊക്കെ കൊടുത്തിരുന്നു. പിന്നെയൊക്കെ പറയും അത് ഇഷ്ടമല്ലാത്തവരാണ്, മീൻ കഴിക്കാത്തവരോ ഇറച്ചി കഴിക്കാത്തവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ പൊതിച്ചോറ് ഒഴിവാക്കും. അപ്പോൾ മാക്സിമം അത് ഒഴിവാക്കുക. ഉപ്പേരിയും കറിയും പിന്നെ എന്തെങ്കിലും ചമ്മന്തിയോ പിന്നെ മുട്ട ആണെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാമെന്ന് പറയും. അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം വാഴയിലയിലാണ് കേട്ടോ പൊതിച്ചോറ് കൊടുക്കാറ്. അപ്പം ഞാൻ വാഴയിലൊക്കെ വെട്ടിക്കൊടുന്നതൊന്ന് ഗ്യാസ് അടുപ്പിൽ വെച്ച് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഒരു ദിവസത്തെ ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ. അത് നമ്മുടെ ഈ ഭാഗത്ത് എല്ലാ മാസവും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കൊക്കെ കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് തന്നെ സന്തോഷം വരും നമ്മളൊരു ദിവസത്തെ ഊണ് പാവപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അപ്പം ഞാൻ എല്ലാം സെറ്റാക്കി ആയിട്ടുണ്ട്. വഴുതനങ്ങ തൂമിച്ചിട്ടുണ്ട്, കുമ്പളങ്ങ കറി കടു പൊട്ടിച്ചിട്ടുണ്ട്, മുട്ടയൊക്കെ പൊരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്, കൂടെ ചമ്മന്തിയും. അപ്പം എല്ലാം സെറ്റായതിനു ശേഷം ഞാൻ ന്യൂസ് പേപ്പർ വെച്ച് കൊടുത്തു. അതിലേക്ക് വാഴയിലയും വെച്ച് കൊടുത്തു. എന്നിട്ട് നന്നാക്കിയിട്ട് അടിപൊളി ഒരു പൊതിച്ചോറ് റെഡിയാക്കി എടുക്കുകയാണ്. നമ്മുടെ ഈ ഭാഗത്തെ എല്ലാ വീടുകളിലും 4-5 പൊതി വെച്ചിട്ട് എല്ലാവരും കൊടുക്കും കേട്ടോ. അപ്പോൾ 50 പൊതിയോളം നമ്മുടെ ഒരു ദിവസത്തെ ഈ നമ്മുടെ ഏരിയയിൽ നിന്ന് കൊടുക്കണം. അപ്പോൾ ഓരോരോ ഏരിയ വെച്ചിട്ട് നമ്മുടെ വാർഡിൽ ഇങ്ങനെ ഓരോ വീടുകൾ തോറും എടുത്ത് എല്ലാ ദിവസവും കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മാസത്തിലൊരു വട്ടം കിട്ടും. അപ്പോൾ ഞാൻ അത്യാവശ്യം ചോറൊക്കെ വിളമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ ഉപ്പേരിയും വെച്ച് കൊടുക്കണം, മുട്ടയും വെച്ച് കൊടുക്കണം, പിന്നെ ചമ്മന്തിയും അങ്ങ് വെച്ച് കൊടുക്കണം. എല്ലാം കൂടി അങ്ങ് വെച്ച് കൊടുക്കുക.
പിന്നെ നമ്മുടെ കറിക്ക് ഒരു തലേം ദിവസം തന്നെ നമ്മുടെ കൗൺസിലർ ഇത് കൊണ്ടുത്തരും കേട്ടോ, കവറും റബ്ബറൊക്കെ കൊണ്ടുത്തരും. അപ്പോൾ കറി നമ്മുടെ ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കറി നമ്മൾ സെപ്പറേറ്റ് തന്നെ ഒരു പാക്കറ്റിലാക്കി കൊടുക്കണം. അപ്പം അവരാവശ്യത്തിനുള്ളത് ഒഴിച്ച് കഴിച്ചോളും. അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ചോറ് കഴിക്കാൻ കഴിയില്ലല്ലോ, എല്ലാം കൂടി ഒരുമിച്ച് കുഴഞ്ഞ് പരിവാവില്ലേ. നമ്മളിതായി പേപ്പറിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് പൊതിച്ചോറ് റെഡിയാക്കാം. അപ്പോൾ ഇതുപോലെ പൊതിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ 4 പൊതിയും സെറ്റായിട്ടുണ്ട്. സമയം 11 മണി കറക്റ്റ്. അപ്പം ഞാൻ അത് കവറിലും ആക്കി. ഇനി ഞാൻ ഇതും കൊണ്ട് സിറ്റ് ഔട്ടിൽ ഇങ്ങ് പോയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വരും, സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം പാക്കൊക്കെ ചെയ്ത് അപ്പോൾ അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പൊടിച്ചോറൊക്കെ ആയിട്ടുണ്ട്. അതായിട്ടുള്ള സമാധാനമായിട്ട് നമ്മളിരിക്കുകയാണ്. അപ്പുറത്തെ വീടുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെത്തി, ഞാനത് അവർക്ക് കൊടുത്തു. ഇവരാണ് കേട്ടോ എല്ലാ മാസവും വരുന്ന നമ്മുടെ DYFൻ്റെ യൂത്തിൻ്റെ പ്രവർത്തകർ. അപ്പോൾ അവരുടെ പൊതിയൊക്കെ കൊണ്ടുപോയി. ഞാനും തന്നെ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും, കുട്ടികൾക്കും ഹസ്ബൻഡിനും എനിക്കൊക്കെ പൊതിച്ചോറ് തന്നെ ഉണ്ടാക്കി പൊതിഞ്ഞ് റെഡിയാക്കി വെച്ച്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവർക്ക് ബീഫോ ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന്. അപ്പം ഞാൻ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, അതും കൂടി വേവിച്ച് വരട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വരട്ടിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പത്തെ വീഡിയോ പോയി കണ്ടാൽ മതി കേട്ടോ. അപ്പം ഞാൻ ചമ്മന്തിയും മോരിക്കറിയും ഉപ്പേരിയും നമ്മുടെ ബീഫ് വരട്ടൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് പൊതിച്ചോറ് ഞാനൊന്ന് ആസ്വദിച്ചുകൊണ്ടു. അടിപൊളി ടേസ്റ്റാണ്. ആ വാഴയിലയിൽ ഒരു മണിക്കൂറെങ്ങാണ്ട് ഇരുന്ന ടേസ്റ്റ് അങ്ങ് കൂടും. അടിപൊളി ടേസ്റ്റായിട്ടുള്ള പൊതിച്ചോറ് ഞാൻ തന്നെ ഉണ്ടാക്കാൻ കഴിച്ചു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാം.